നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് വി വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു ഇൻഫോർമാറ്റീവായ എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ, ഒരുപാട് വ്യൂവേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഒരു 4 വാക്വം ക്ലീനർ കമ്പനികൾ, ബെസ്റ്റായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള വാക്വം ക്ലീനർ കമ്പനികളും അവരുടെ എടുത്തു പറയപ്പെട്ട മോഡലുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കും. അപ്പോൾ വാക്വം ക്ലീനർ നിങ്ങൾ വാങ്ങാനായിട്ട് ഷോപ്പിൽ പോകുമ്പോൾ ഇത്തരം ബ്രാൻഡുകൾ, ഇത്തരം കമ്പനികളുടെ വാക്വം ക്ലീനറുകൾ ചൂസ് ചെയ്യാനായിട്ട്, തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ബ്രാൻഡുകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഒരുപാട് ചൈന ബ്രാൻഡുകളും ഒരുപാട് ലോക്കൽ ബ്രാൻഡുകളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ മുന്തിയ ബ്രാൻഡുകളും അതുപോലെ തന്നെ ലോക്കൽ ബ്രാൻഡുകളും തമ്മിൽ വലിയൊരു വ്യത്യാസമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മുന്തിയ ബ്രാൻഡുകൾ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ കാറ്റഗറിയിലോട്ട് തിരിച്ചു പോകാം. ടോപ്പ് 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫിലിപ്സ് എന്ന കമ്പനിയാണ്. ഫിലിപ്സിൻ്റെ ഈ ഒരു മോഡൽ, ഒരുപാട് മോഡലുകളുണ്ട്, പല മോഡലുകൾ ഫിലിപ്സ് ഇറക്കുന്നുണ്ട്. ഏത് മോഡലും നല്ലത് തന്നെയാണ്. ഫിലിപ്സ് ബ്രാൻഡ് തന്നെ ഓക്കെയാണ്. ടോപ്പ് ഫസ്റ്റിൽ വന്നിരിക്കുന്നത് ഫിലിപ്സ് ആണ്. നമ്മൾ വാക്വം ക്ലീനർ വാങ്ങുമ്പോൾ അതിൻ്റെ വാട്ട്സ് പവറാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ഇതിലിപ്പോൾ ഇതിന് 1900 വാട്ട്സ്, 2000 വാട്ട്സ് എന്നൊരു 100 വാട്ട്സിൻ്റെ കുറവുണ്ട്. 1900 വാട്ട്സ് പവർ ഇതിൻ്റെ മെഷീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പവറിൽ ഇത് വലിച്ചെടുക്കും. വെറ്റ് ആൻഡ് ഡ്രൈ ഉള്ളതുകൊണ്ട് അതല്ലാത്തതുകൊണ്ട്, അപ്പോൾ അത് നോക്കിയെടുക്കുക. വെറ്റും ഡ്രൈയും വരുന്നത് രണ്ടും ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ക്വാളിറ്റി നോക്കുമ്പോൾ അതല്ലെങ്കിൽ പവറാണ് നിങ്ങൾ നോക്കുക. ഒരിക്കലും ലിറ്റർ അല്ല നോക്കുക. ഇപ്പോൾ 18 ലിറ്റർ, 14 ലിറ്റർ, 10 ലിറ്റർ, ഈ 5 ലിറ്റർ എത്രയാണെങ്കിലും ലിറ്റർ കപ്പാസിറ്റി അല്ല നമ്മൾ നോക്കേണ്ടത്, അതിൻ്റെ പവർ മാത്രമാണ്. പവർ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ 2000 ഇല്ല, 1900 വാട്ട്സിൻ്റെയാണ്. കുഴപ്പമില്ല, അടിപൊളിയാണ്. ഇപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാം 20 ലിറ്ററും ഉള്ള കപ്പാസിറ്റി ഉള്ളത് വരുന്നുണ്ട്. നേരെ മറിച്ച് അതിൻ്റെ വാട്ട്സ് 1000 വാട്ട്സ് ആണെങ്കിൽ നേരെ മറിച്ച് ഇതിൻ്റെ ഈ ലിറ്റർ കപ്പാസിറ്റി, ഈ ഒരു മോഡലിലെ ലിറ്റർ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 5 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത് എങ്കിൽ 5 ലിറ്റർ കപ്പാസിറ്റി എന്നാൽ പൊടി ശേഖരിക്കാനുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ് പറയുന്നത്. ലിറ്റർ കപ്പാസിറ്റി പറഞ്ഞ ടാങ്ക്, ആ ഒരു വലിച്ചെടുക്കുന്ന പൊടി ശേഖരിച്ച് വെക്കുന്ന ടാങ്കിൻ്റെ വ്യാപ്തി, അത് അളവ് ആണ് ഈ ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 5 ലിറ്റർ കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പവർ, വാട്ട്സ് പവർ, അതിൻ്റെ വലിച്ചെടുക്കുന്ന മോട്ടറിൻ്റെ കറണ്ട് എടുക്കുന്ന വാട്ട്സ് പവർ 2000 വാട്ട്സ് ഉണ്ടെങ്കിൽ ഈ 5 ലിറ്റർ കപ്പാസിറ്റിയിലെ 2000 വാട്ട്സിൻ്റെ ഈ ഒരു മെഷീനായിരിക്കും നന്നാവുക. നേരെ മറിച്ച് 20 ലിറ്റർ കപ്പാസിറ്റിയുള്ള ടാങ്കും വെറും 1000 വാട്ട്സിൻ്റെ മോട്ടറാണെങ്കിൽ അതിനെക്കാട്ടും നല്ലത് ഈ ചുരുങ്ങിയ ലിറ്റർ കപ്പാസിറ്റി കൂടുതൽ വാട്ട്സ് പവർ എടുക്കുന്ന മെഷീനാണ് എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അപ്പോൾ ടോപ്പ് 1 ആയിട്ട് വന്നിരിക്കുന്നത് ഫിലിപ്സ് തന്നെയാണ്. ടോപ്പ് 2 എത്തിയിരിക്കുന്നത് പനാസോണിക്കാണ്. പനാസോണിക്കിൻ്റെ ഒരുപാട് മോഡലുകളുണ്ട്. ബക്കറ്റ് ടൈപ്പ് വരുന്നുണ്ട്, ഇതേപോലത്തെ ന്യൂജൻ മോഡലുകളും വരുന്നുണ്ട്. അപ്പോൾ ഏത് മോഡലും അടിപൊളിയാണ്. ഒരു 5 രൂപ, 6 രൂപ, 7 രൂപയ്ക്ക് അതിന് വില വരുന്നുള്ളൂ. പല റേറ്റിലുള്ളതുണ്ട്. അതുപോലെ തന്നെ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 1400 വാട്ട്സാണ് ഇതിൻ്റെ പവർ വരുന്നത്. അപ്പോൾ വാട്ട്സ് പവർ നമുക്ക് എത്രയാണോ എന്നുള്ളത് നമ്മൾ ഓരോന്നും ഉപയോഗിച്ച് നോക്കിയാലേ അതിൻ്റെ ആ വലിക്കുന്ന പവർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഏതാണ് അതിൻ്റെ അപ്പോൾ നമ്മൾ കൈ വെച്ച് നോക്കുക, അല്ലെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് നമുക്ക് 2000 വാട്ട്സിൻ്റെയും 1400 വാട്ട്സിൻ്റെയും പവറുള്ള 2 വാക്വം ക്ലീനർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുന്നത് ഏത് മെഷീനിലാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ രണ്ടാമത്തെ ടോപ്പ് ബ്രാൻഡുകൾ, ടോപ്പ് 2 ആയിട്ട് ഞാൻ പറയുന്നത് പനാസോണിക് തന്നെയാണ്. ടോപ്പ് 3 എത്തിയിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ബ്ലാക്ക് പ്ലസ് ഡെക്കർ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. ബ്ലാക്ക് ആൻഡ് ഡെക്കർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ബ്രാൻഡാണ് എത്തിയിരിക്കുന്നത് ടോപ്പ് 3 ഇതിൻ്റെ ഒരു മോഡലാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് മോഡലുകളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡലുകളും പവറും വേരിയൻറ്റും കഴിവും ടാങ്ക് കപ്പാസിറ്റിയും ഒക്കെ നോക്കി വേരിയൻറ്റ് മാറ്റി എടുക്കാം. ടോപ്പ് 3 എത്തിയ ഒരു ബ്രാൻഡ് ഈ ഒരു ബ്രാൻഡാണ് ബ്ലാക്ക് ആൻഡ് ഡെക്കർ. ടോപ്പ് 4 എത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമുക്ക് കെൻറ്റ് എന്ന കമ്പനി. കെൻറ്റ് നല്ലൊരു കമ്പനി തന്നെയാണ്. കെൻറ്റിൻ്റെ ഈ ഒരു മോഡലാണ് ടോപ്പ് 4 എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ മികച്ച ബ്രാൻഡ്, ഇന്ത്യയിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ബ്രാൻഡുകളാണ് ഞാൻ പരിചയപ്പെടുത്തത്. ടോപ്പ് 5 എത്തിയിരിക്കുന്നത് ബോഷാണ്. ബോഷിൻ്റെ ഏതൊരു പ്രോഡക്റ്റ് നമുക്ക് ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബോഷിൻ്റെ വാക്വം ക്ലീനർ അടിപൊളിയാണ്. അപ്പോൾ ടോപ്പ് 5 നമുക്കറിയാം ബോഷാണ്. ടോപ്പ് 4 കെൻ്റെ ഈ ഒരു മോഡൽ, ഈ കാണുന്ന ഒരു ബ്രാൻഡ്. ഇതിൻ്റെ പല വേരിയൻറ്റുകൾ, പല മോഡലുകൾ വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോഡൽ തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതാണ് ടോപ്പ് 5 ആയിട്ട് വരുന്ന വാക്വം ക്ലീനർ കമ്പനികൾ. ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ നന്നായിട്ടും സർവീസും മറ്റു ക്വാളിറ്റിയിലും മികച്ചു നിൽക്കുന്ന ബ്രാൻഡുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഏറ്റവും അതിലേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസമാനം എന്നത്തേക്ക് ഇവിടെ വാങ്ങിയാണ്. സൈനിങ് ഓഫ്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.